പ്രകൃതിയുടെ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ച കാടിൻ്റെ രാജാക്കന്മാരെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? കേവലം ഒരു പക്ഷി എന്നതിലുപരി കാടിൻ്റെ നിലനിൽപ്പിന് തന്നെ ആധാരമായ വേഴാമ്പലുകളുടെ ജീവിതത്തിലെ രഹസ്യങ്ങളും കൗതുകകരമായ കാര്യങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. വേഴാമ്പലുകളെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത 10 കാര്യങ്ങൾ നോക്കാം. വേഴാമ്പലുകൾ മഴയെ മാത്രം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്ന ഒരു മിത്ത് പണ്ട് കാലം മുതൽക്കേ ഉണ്ട്. അതൊരു കവി സങ്കല്പം മാത്രമാണ്. പഴയ പാട്ടുകളിലൊക്കെ നമുക്ക് വേഴാമ്പലുകളെക്കുറിച്ച് മഴ കാത്ത് കഴിയുന്ന വേഴാമ്പൽ എന്ന പരമാർത്ഥം ശ്രദ്ധേയമാണ്. എന്നാൽ മഴയെ മാത്രം ആശ്രയിച്ചല്ല വേഴാമ്പലുകൾ ജീവിക്കുന്നത്. അവ ദിവസേന കഴിക്കുന്ന പഴവർഗ്ഗങ്ങളിൽ നിന്നും പലതരത്തിലുള്ള ജീവി വർഗ്ഗങ്ങളിൽ നിന്നും അവർക്ക് ആവശ്യമായ ജലാംശം ലഭിക്കുന്നുണ്ട്. അതുതന്നെ അവയുടെ നിലനിൽപ്പിന് വളരെ ധാരാളമാണ്. വേഴാമ്പലുകൾ മുട്ടയിടുന്ന സമയത്ത് പെൺപക്ഷി മരപ്പൊത്തിനുള്ളിൽ കയറി സ്വന്തം കാഷ്ടവും ചളിയും ഉപയോഗിച്ച് പ്രത്യേക ഒരു സിമന്റ് രൂപത്തിലുള്ള മിശ്രിതമാക്കി കൂടിൻ്റെ മുഖം അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മുട്ടയിടുകയും ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ആ കൂടിനുള്ളിൽ തന്നെ കഴിയുകയാണ് ചെയ്യുന്നത്. അതുവരെയും മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഒരുവിധം വലിപ്പം വയ്ക്കുന്നത് വരെയും അവയ്ക്ക് ആവശ്യമായ ഭക്ഷണം എത്തിച്ചു നൽകുന്നത് ആൺ വേഴാമ്പലാണ്. ഈ കാലയളവിൽ ആൺപക്ഷിക്ക് എന്തെങ്കിലും തരത്തിൽ അപകടം സംഭവിച്ചാൽ പെൺപക്ഷിയും കുട്ടികളും ആ കൂടിനുള്ളിൽ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് മരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. കാടിൻ്റെ കർഷകർ എന്നാണ് വേഴാമ്പലുകൾ അറിയപ്പെടുന്നത്. ഇവ കഴിക്കുന്ന പല പഴങ്ങളുടെയും വിത്തുകൾ കാടുകളിലെ പല ഭാഗങ്ങളിലായിട്ട് ഇവിടെ കാഷ്ടത്തിലൂടെ നിക്ഷേപിക്കപ്പെടുകയും അതുമൂലം കൂടുതൽ വനം ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. വേഴാമ്പലുകളുടെ കൊക്കിന് മുകളിലുള്ള മകുടം പൊള്ളയായിട്ടുള്ള ഭാഗമാണ്. ഇത് പക്ഷിക്ക് ഭാരം കുറയാൻ സഹായിക്കുകയും കൂടാതെ ഇവിടെ ശബ്ദം കൂടുതൽ ദൂരത്തേക്ക് പ്രതിഫലിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. ചിറകടിക്കുമ്പോൾ മുറം വീശുന്നത് പോലെയുള്ള വലിയ ശബ്ദം ആണ് ഇവയ്ക്ക് മലമുഴക്കി വേഴാമ്പൽ നൽകിയത്. നമ്മുടെ സംസ്ഥാന പക്ഷിയായ വേഴാമ്പലുകൾ ശരിക്കും മലമുഴക്കി തന്നെയാണ്. ഇവയുടെ ശബ്ദം അത്രയും പ്രത്യേകം നിറഞ്ഞതും മുഴക്കം നൽകുന്നതുമാണ്. കേരളത്തിൽ 4 തരത്തിലുള്ള വേഴാമ്പലുകളാണുള്ളത്. മലമുഴക്കി വേഴാമ്പൽ, നാട്ടുവേഴാമ്പൽ, പാണ്ടൻ വേഴാമ്പൽ. ഇത് മൂന്നും കൂടാതെ തലയിൽ മകുടമില്ലാത്ത കോഴി വേഴാമ്പൽ കൂടിയുണ്ട്. പ്രധാനമായും പഴവർഗ്ഗങ്ങളാണ് വേഴാമ്പലുകളുടെ ഭക്ഷണം. പേരാലുകളുടെ പഴങ്ങളാണ് കൂടുതലായും കഴിക്കുന്നത്. എന്നാൽ മുട്ടയിടുന്നതും കുട്ടികളെ വളർത്തുന്നതുമായ സമയത്ത് ഇവ ചെറിയ പാമ്പുകൾ, പല്ലികൾ, അതുകൂടാതെ മറ്റ് ജീവിവർഗ്ഗങ്ങളെയും വേട്ടയാടുന്നതായിട്ട് കാണാറുണ്ട്. സാധാരണയായി 35 വർഷം മുതൽ 50 വർഷം വരെയാണ് വേഴാമ്പലുകളുടെ ജീവിത കാലയളവ്. എന്നാൽ വനങ്ങളിൽ വൻ മരങ്ങൾ ഇല്ലാതാവുന്നത് ഇവയുടെ ജീവന് തന്നെ ഭീഷണിയായി മാറാൻ ഇടയായിട്ടുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന പട്ടികയിൽ ഉൾപ്പെട്ട വേഴാമ്പലുകളെ സംരക്ഷിക്കുന്നത് വനത്തിനെ സംരക്ഷിക്കുന്നതിന് തന്നെ തുല്യമാണ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.